തിരിച്ചടിക്കൊന്നും യാതൊരു സ്കോപ്പുമില്ല. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതൊക്കെ വളരെ ശുഭമായിട്ട് പര്യവസാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇല്ല, തെറ്റായ സന്ദേശമൊക്കെ മാറും. അങ്ങനെ തെറ്റായ സന്ദേശമൊന്നുമില്ല. 15-ാം തീയതി തന്നെ യാത്രയ്ക്ക് ക്ഷണിച്ചിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെജി കത്തെഴുതിയിരുന്നു, രാഹുൽ ഗാന്ധിജിയും കത്തെഴുതിയിരുന്നു. ഇതുകൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗിൽ മാഡം സോണിയാഗാന്ധിയും അവരോട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇനി ഇത് സംബന്ധിച്ച് വല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് മമതാജിയുമായിട്ട് സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് മത്സരിക്കുന്നു പറഞ്ഞ സാഹചര്യത്തിൽ എന്താ ഇനി ഒരു തുടർ നീക്കം സംസാരിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാം എന്തായിട്ട് അങ്ങനെ തീരുമാനിക്കാതെ വരട്ടെ. നോമിനേഷൻ ഡേറ്റ് എത്ര ആളുണ്ട് ഇനി? സംസ്ഥാന നേതാക്കൾ വലിയ വിമർശനമാണ് അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അത്തരം പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കും. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ബംഗാളിലും സഖ്യം ഉണ്ടാവും. ഇന്ത്യ സഖ്യം തന്നെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടുത്തെ എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിലെ BJPയുടെ നമ്പർ കുറക്കുക എന്നുള്ളതാണ്. അതിൽ ഡിസ്പ്യൂട്ടൊന്നും ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷേ മമതാജി ഞങ്ങളുടെ സീനിയർ നേതാവാണ് ഇന്ത്യ സഖ്യത്തിന്റെ. നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നമ്പർ കുറക്കാനുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് മമതാജിയുമായിട്ട് സംസാരിച്ചിട്ട് അവർക്കുണ്ടാകുന്ന ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. മനസ്സിലാക്കുന്നതനുസരിച്ച് ബീഹാറിലൊക്കെ ഒരു അതൃപ്തിയുള്ളത് കോൺഗ്രസ് കൃത്യമായിട്ട് സീറ്റ് ചർച്ചകൾ ഒരു ഗൗരവത്തോടെ കൊണ്ടുപോകുന്നില്ല. ജനുവരി അവസാനമാകുന്നു. ഇപ്പോഴും ഒരു ഞങ്ങൾ അത് തെറ്റായ ധാരണയല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്. എത്ര പ്രാവശ്യം ചർച്ച ചെയ്ത് കഴിഞ്ഞു? ഓരോ റൗണ്ടിലും ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാ റൗണ്ടിലും ഇന്ന് ഞാൻ അലയൻസ് കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെല്ലാ സ്റ്റേറ്റിലും സംസാരിച്ചിരുന്നു, ഓരോ റൗണ്ടും സംസാരിച്ചിരുന്നു. അതാത് സ്റ്റേറ്റുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിന്റെ തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം മഹാരാഷ്ട്രയിൽ നാളെ തുടർ ചർച്ച നടക്കുകയാണ്, ഫൈനലായിട്ട് സംസാരിക്കുക. തമിഴ്നാട്ടിൽ 28-ാം തീയതി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ഡേറ്റ് പറയാൻ ഏകദേശം അതങ്ങനെ പറയാൻ പറ്റില്ല. ഈ മാസത്തോടുകൂടി അവസാനിപ്പിക്കുമോ? അങ്ങനെയാണോ? ഇങ്ങനെ വെക്കാതെ സുഗമമായിട്ട് ചർച്ചകൾ അവസാനിപ്പിക്കാൻ ഏറ്റവും വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ഇന്ത്യ മുന്നണി യോഗം ഉണ്ടാവുമോ? ഇത്രയായി. ഇനിയിപ്പോ ഇന്ത്യ മുന്നണിക്കകത്തിലായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കും. അസമിൽ വലിയ തരംഗം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോൺഗ്രസ് ഒരു വലിയ മൂവ്മെന്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നേതാക്കന്മാർക്കെതിരെ കേസും വന്നു. കേസ് എന്തിനാ ഞങ്ങൾക്കെതിരെ കേസ്? നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ വിഷ്വൽസ് നോക്കി അറിയാം. ഇന്നലെ സത്യത്തിൽ ആസാമിൽ കയറുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ആസാമിൽ കയറാൻ അനുവദിക്കില്ല. എന്താ? ഭാരത് ജോഡോ ന്യായയാത്രയെ ആസാമിൽ കയറാൻ അനുവദിക്കില്ല. ഞങ്ങൾ ആസാമിൽ കയറി. വലിയ ജനക്കൂട്ടവും പ്രവാഹവുമായിരുന്നു. അവിടെ വലിയ സ്വീകരണമായിരുന്നു. അത് കഴിഞ്ഞ് റൂട്ട് മാറ്റിയത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബൈജുവിന്റെ പേരിൽ FIR ഇട്ടു. അറസ്റ്റ് ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തി. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അറസ്റ്റ് ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ജാഥ സുഗമമായി മുന്നോട്ട് പോയി. ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ രാവിലെ ഇപ്പം ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ, ശങ്കർദേവന്റെ ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ തടഞ്ഞു. ഞങ്ങളിവിടെ ഒന്നും അനാവശ്യമായൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ക്ഷേത്രത്തിൽ പോയാൽ ഞങ്ങൾ തടഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ലോക്കൽ MP എങ്കിലും നിങ്ങൾ കടത്തി വിടുന്ന അവസാനം ലോക്കൽ MP ക്ക് പോകാൻ രാഹുൽ ഗാന്ധിക്ക് പോകാൻ പറ്റില്ല.